നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഉത്തരാഖണ്ഡിലെ ബൻപൂൽപുരയിൽ സർക്കാർ ഭൂമി കയ്യേറിയെന്നാരോപിച്ച് മദ്രസ തകർത്ത സംഭവത്തിൽ സംഘർഷം രൂക്ഷമാകുന്നു. 4 പേർ മരിക്കുകയും 250ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ജില്ലാ ഭരണകൂടം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. നേരത്തെ തന്നെ നൈനിത്താൾ ജില്ലാ മജിസ്ട്രേറ്റ് ബൻപൂൽപുരയിൽ ഷൂട്ട് അറ്റ് സൈറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മേഖലയിൽ ഇന്റർനെറ്റ് വിച്ഛേദിക്കുകയും സ്കൂളുകൾ അടച്ചിടുകയും ചെയ്തു. നൈനിത്താൾ ജില്ലയിലെ ഹൽദ്വാനിയിലെ ബൻപൂൽപുരയിലാണ് സർക്കാർ ഭൂമിയിൽ അതിക്രമിച്ച് നിർമ്മിച്ചതെന്നാരോപിച്ച് മദ്രസയും ഭൂഗർഭ പള്ളിയും മുനിസിപ്പൽ ഉദ്യോഗസ്ഥരും പോലീസും ചേർന്ന് തകർത്തത്. ഉദ്യോഗസ്ഥർക്കും പോലീസിനും നേരെ ഒരു സംഘം ആളുകൾ കല്ലെറിഞ്ഞതോടെയാണ് സംഘർഷം ഉടലെടുത്തത്. രാംനഗർ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഉൾപ്പെടെ 50 പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 3-4 പേർ മരിച്ചിട്ടുണ്ടെന്നും പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 100-ലധികം പേർക്ക് പരിക്കേറ്റുവെന്നും ചൂണ്ടിക്കാണിച്ചാണ് ജില്ലാ മജിസ്ട്രേറ്റ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത്. ക്രമസമാധാനം പുനഃസ്ഥാപിക്കുന്നതിന്റെ ഭാഗമായാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചതും ഇന്റർനെറ്റ് വിച്ഛേദിച്ചതും സ്കൂളുകൾ അടച്ചിട്ടത് എന്നും ജില്ലാ മജിസ്ട്രേറ്റ് വിശദീകരിച്ചു. സംഘർഷത്തിന്റെ ഭാഗമായി വ്യാപകമായി കല്ലേറുണ്ടായതായും വാഹനങ്ങൾ കത്തിച്ചതായുമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മദ്രസ നിൽക്കുന്ന സർക്കാർ ഭൂമിയിലാണ് എന്നും ഇത് പൊളിച്ചുമാറ്റുമെന്ന് അറിയിച്ചുകൊണ്ട് നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു എന്നും ജില്ലാ പോലീസ് സൂപ്രണ്ട് പ്രഹ്ലാദ് മീണ അറിയിച്ചു. ബൻപൂൽപുര പോലീസ് സ്റ്റേഷന് പുറത്തുണ്ടായ സംഘർഷത്തിൽ ആളുകൾ പോലീസിനു നേരെ വെടിയുതിർത്തതായും പ്രതിരോധിക്കാൻ പോലീസ് തിരിച്ചു വെടിവെച്ചുവെന്നും ജില്ലാ മജിസ്ട്രേറ്റ് പറഞ്ഞു. വെടിവെപ്പിൽ 3-4 പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് സ്റ്റേഷൻ കത്തിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ആൾക്കൂട്ടമെന്നും അതിനെ പോലീസ് പ്രതിരോധിക്കുകയായിരുന്നുവെന്നുമാണ് ജില്ലാ മജിസ്ട്രേറ്റ് വന്ദന പറഞ്ഞത്. ഇത് കരുതിക്കൂട്ടി നടത്തിയ ആക്രമണമാണ് എന്നും കലാപകാരികളെല്ലാം നേരത്തെ ആസൂത്രണം ചെയ്തിരുന്നുവെന്നും ജില്ലാ മജിസ്ട്രേറ്റ് പറഞ്ഞു. ആക്രമിക്കാൻ ആവശ്യമായ കല്ലുകളെല്ലാം നേരത്തെ തന്നെ ആളുകൾ ശേഖരിച്ചിരുന്നുവെന്നും എന്നാൽ സംഘർഷം മറ്റു നഗരങ്ങളിലേക്ക് വ്യാപിപ്പിക്കാതെ ബൻപൂൽപുരയിൽ മാത്രമായി പിടിച്ചു നിർത്താൻ സാധിച്ചിട്ടുണ്ട് എന്നും കാര്യങ്ങൾ ഇപ്പോൾ നിയന്ത്രണ വിധേയമാണെന്നും ജില്ലാ മജിസ്ട്രേറ്റ് അറിയിച്ചു. സ്ഥിതിഗതികൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട്. മദ്രസ പൊളിച്ചുമാറ്റുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതു താൽപര്യ ഹർജി ഉത്തരാഖണ്ഡ് ഹൈക്കോടതി വ്യാഴാഴ്ച പരിഗണിച്ചിരുന്നു എങ്കിലും തീരുമാനമാകാതിരുന്നതിനാൽ നടപടിയുമായി അധികൃതർ മുന്നോട്ടു പോവുകയായിരുന്നു. ഹർജി വീണ്ടും ഫെബ്രുവരി 14-ന് പരിഗണിക്കാൻ ഇരിക്കുകയാണ്. കയ്യേറിയ 3 ഏക്കർ തിരിച്ചുപിടിച്ചിരുന്നതായും സർക്കാർ ഭൂമിയിൽ അനധികൃതമായി നിർമ്മിച്ച മദ്രസയ്ക്കെതിരെ നേരത്തെ നോട്ടീസ് നൽകി മദ്രസ കെട്ടിടം പൂട്ടി സീൽ ചെയ്തിരുന്നതായും മുനിസിപ്പൽ കമ്മീഷണർ പങ്കജ് ഉപാധ്യായ പറഞ്ഞു. ഏതാനും ദിവസങ്ങളായി കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ കയ്യേറ്റ ഭൂമി തിരിച്ചുപിടിക്കൽ നടക്കുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം പൊളിച്ച മദ്രസയ്ക്കെതിരെ ഹൈക്കോടതി അന്തിമ വിധി നൽകിയിട്ടില്ല എന്ന് പ്രദേശത്തെ കൗൺസിലറും വാദമുയർത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.